ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധ്യാനത്തിന് വേണ്ടി ഒരു കുടുംബം ഒരിക്കൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നതാണ്. അപ്പോൾ അവർ നിർബന്ധിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സ്കൂൾ അധ്യാപകനായ മകൻ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ അയാൾ എന്നോട് അപ്പനും അമ്മയും പറഞ്ഞു, അച്ഛൻ ഇയാളോടൊന്ന് സംസാരിക്കുക, ഞങ്ങളുടെ മകനാണ്, സ്കൂൾ അധ്യാപകനാണ്, എത്ര പറഞ്ഞിട്ടും ധ്യാനത്തിൽ നിൽക്കാൻ താല്പര്യമില്ല, പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് അവൻ വന്നിരിക്കുകയാണ്, അച്ഛൻ സംസാരിക്കാൻ പറയും. അപ്പം ഞാൻ പതുക്കെ സാറിൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു തുടങ്ങി. ഒരുപക്ഷെ ഞാനീ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറ് ധ്യാനത്തിൽ കൂടണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വന്നോ? കൂടണ്ട ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. എൻ്റെ ഒരു തീരുമാനം, ഇവരീ പറയുന്ന കാര്യമൊക്കെ സത്യമാണോ അറിയണം. ഈ കള്ളത്തരവും തട്ടിപ്പും രോഗശാന്തിയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഇതൊക്കെ വെറും നുണയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതെല്ലാം ഒന്ന് കാണാനും അറിയാനും വേണ്ടി അപ്പനും അമ്മയും പറഞ്ഞപ്പോൾ ഞാൻ അതിനുവേണ്ടി വന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറയും. എല്ലാം അദ്ദേഹം ധ്യാനമൊക്കെ കൂടി. ധ്യാനത്തിൽ വെച്ച് അദ്ദേഹത്തിന് വിശ്വാസം കിട്ടി. പണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അൾത്താരപാലനായിരുന്ന ആളാണ്. വികാരിച്ചുമായിട്ട് ചെറിയ ഒരു വഴക്കുണ്ടാക്കി പള്ളി കയറാതെ പിരിഞ്ഞു പോയ ആളാണ്. ഒരു മുറിവിൻ്റെ ഫലമായിട്ട് കിട്ടിയ, ആന്തരിക മുറിവിൻ്റെ ഫലമായി കിട്ടിയ വിശ്വാസ ഉപേക്ഷയാണ്. ആ വികാരിച്ച് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അദ്ദേഹം അച്ഛനോട് ക്ഷമിച്ചിട്ടില്ലായിരുന്നു. ധ്യാനത്തിൽ വെച്ച് കൗൺസിലിങ്ങിലൂടെയൊക്കെ അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കൃപ കിട്ടി. വിശ്വാസത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് ഈ ധ്യാനത്തിന് വന്നു എന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈശോ തന്നെ പറയുന്ന 1-2 വചനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. യോഹന്നാൻ്റെ സുവിശേഷം 6:37. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിതാവായ ദൈവമാണ് സാറിനെ ഇവിടെ കൊണ്ടുവന്നത്. അത് യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യത പ്രാപിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹം ആ വചനം പെട്ടെന്ന് കുറിച്ചെടുത്തു. ധ്യാനത്തിൻ്റെ 3 ദിവസം അദ്ദേഹം സഹകരിക്കുകയായിരുന്നു. പക്ഷേ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വചനം കുറിച്ചെടുക്കാൻ തുടങ്ങി. നല്ല ബുദ്ധിശാലിയായ, ഫസ്റ്റ് റാങ്ക് മേടിച്ച് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ ഒരാളാണിത്. നല്ല അറിവും ഓർമ്മശക്തിയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം മുറി ചെന്നതിന് ശേഷം, അപ്പനും അമ്മയും ഇയാൾ ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടക്കുന്നത്. മുറി ചെന്നതിന് ശേഷം അവിടെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വചനങ്ങൾ ഓരോന്നും ബൈബിളിൽ നിന്ന് എടുത്ത് അയാൾ തുറന്ന് വായിച്ചപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ബൈബിൾ തുറന്ന് വായിക്കുന്നത്? അല്ല, അച്ഛൻ പറഞ്ഞ വചനങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. അതിന് നീ കുറിച്ചെടുത്തില്ലല്ലോ. വേണ്ട, എൻ്റെ മനസ്സിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, ഒരു 8-10 വചനങ്ങളെങ്കിലും അച്ഛൻ പറഞ്ഞതല്ല ഞങ്ങൾ കുറിച്ചെടുത്തില്ലായിരുന്നു. പക്ഷേ ഈ മകൻ അതെല്ലാം എടുത്ത് തുറന്ന് വായിച്ച്, അത് കഴിഞ്ഞ ശേഷം പിന്നെ പുതിയ നിയമം നന്നായിട്ട് വായിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ, പിറ്റേ ദിവസമല്ല, വെള്ളിയാഴ്ച കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യോഹന്നാൻ 6:44 ഇതിനെക്കുറിച്ചൊരു വചനമുണ്ട്. യോഹന്നാൻ 6:44, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. ഇവിടെ പിതാവ് ഈ മകനെ യേശുവിൻ്റെ അടുക്കലേക്ക് ആകർഷിച്ച് കൊണ്ടുവന്നത് എങ്ങനെയാണ്? മാതാപിതാക്കളിലൂടെ. അയാൾക്ക് പാപകരമായൊരു ലക്ഷ്യമായിരുന്നു അവിടെ വരുന്നതിൻ്റെ പിന്നിലുള്ളതെങ്കിലും ആ പാപകരമായ ലക്ഷ്യത്തെ പോലും ഈശോ നന്മയ്ക്കായിട്ട് മാറ്റി. യഹൂദ മത നേതൃത്വവും റോമൻ പടയാളികളും റോമൻ ഭരണാധികാരിയായ പീലാത്തോസും യേശുവിന് കുരിശു കൊടുത്തത് ഒരു മോശമായ ലക്ഷ്യത്തോടെയാണ്. നീചമായിട്ടുള്ള ഒരു ശിക്ഷോപകരണമാണ് കുരിശ്. അന്ന് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ആ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അപ്പോൾ ഇവനെ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് കരുതിയാണ് കുരിശ് കൊടുത്തത്. പക്ഷേ ഈശോ അതിനെ രക്ഷാകരമായ ഒരു അടയാളമാക്കി മാറ്റുന്ന വിധത്തിൽ ആ കുരിശിലൂടെ പാപവിമോചനം, വിടുതൽ, ബന്ധന വിടുതൽ എല്ലാം നേടിയെടുത്തില്ലേ? അതുപോലെ ഇവനിവിടെ ദൈവനിഷേധത്തിൻ്റെ ഒരു ചിന്തയായിട്ട് നടക്കുന്നയാൾ, ഇവൻ ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം, ഒരു അധ്യാപകൻ. അദ്ദേഹം പാപകരമായ ലക്ഷ്യത്തോടെയാണ്, ഇതൊക്കെ തട്ടിപ്പാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ധ്യാനകേന്ദ്രത്തിൽ വന്നത്. പക്ഷേ അതിനെ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുകയാണ്. കാരണം എന്താ? പിതാവിൻ്റെ ആകർഷണം അദ്ദേഹത്തിന് കൊടുത്തു. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്.
മറ്റൊരു വചനം യോഹന്നാൻ 6:45, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരും. അപ്പോൾ പിതാവായ ദൈവം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മളെങ്ങനെ പിതാവിനെ കേൾക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിലൂടെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, എല്ലാ മനുഷ്യരെയും ദൈവം പ്രേരക വരപ്രസാദം നൽകി നിരീശ്വരവാദികളാണെങ്കിൽ പോലും, ദൈവനിഷേധികളാണെങ്കിൽ പോലും, കൊടുംഭീകര പാപികളാണെങ്കിൽ പോലും, നല്ലവരാണെങ്കിൽ പോലും അവരെല്ലാം പരിശുദ്ധാത്മാവ് പ്രേരക വരപ്രസാദം നൽകി ഇങ്ങനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപിക്കും കൊടുക്കുന്നുണ്ട് ഈ പ്രേരക വരപ്രസാദം. അതെന്താണ്? നന്മ സ്വീകരിക്കാനും തിന്മ വെടിയാനുള്ള പ്രേരക വരപ്രസാദമാണ്. നന്മ തിന്മ അത് തിരിച്ചറിഞ്ഞ് നന്മ ഏതെന്ന് മനസ്സിലാക്കി തിന്മ ഏതെന്ന് മനസ്സിലാക്കി നന്മയെ സ്വീകരിച്ച് തിന്മയെ വെടിയാനുള്ള കൃപ. അവിടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ ഉന്നതമായിട്ടുള്ള കൃപാവരം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അല്പം തുറവിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ലോകത്തിലുള്ള ആരെങ്കിലും അവരെ ഒന്ന് പ്രാർത്ഥിച്ച് സഹായിച്ച് ഈ പരിശുദ്ധാത്മ പ്രേരണ സ്വീകരിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു അത്ഭുതം നടക്കും. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞത്, കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവൻ്റെ വിവാഹം നടക്കുന്നില്ല, മകൻ്റെ വിവാഹം നടക്കുന്നില്ല. കല്യാണാലോചന വരുമ്പോൾ പള്ളി വെച്ച് കല്യാണം നടത്താൻ സമ്മതിക്കാത്തതുകൊണ്ട് കത്തോലിക്ക സഭയിൽപ്പെട്ട നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരും കല്യാണം ഇയാളെ കഴിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത്. അങ്ങനെ അയാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷേ മാതാപിതാക്കളെ വെറുപ്പിക്കാൻ അയാൾക്ക് ഇഷ്ടമില്ല. മാതാപിതാക്കളോട് നല്ല ബഹുമാന സ്നേഹമുണ്ട്. അതാണ് അയാളിൽ ദൈവം കരുണ ചൊരിഞ്ഞതുകൊണ്ട്, പ്രേരക വരപ്രസാദം അയാൾക്ക് നൽകിയതുകൊണ്ട്, ദൈവത്തെ ഉപേക്ഷിച്ചെങ്കിലും മാതാപിതാക്കളെ ഉപേക്ഷിക്കാതെ അനുസരിച്ചും സ്നേഹിച്ചും കഴിയാൻ അദ്ദേഹത്തിന് പരിശുദ്ധനെ സഹായിച്ചു. അത് പിതാവ് കൊടുക്കുന്നതിൻ്റെ ആകർഷണമാണ്. അതുകൊണ്ടാണ് ആ പിതാവിൻ്റെ ആകർഷണം കിട്ടിയത് കൊണ്ടാണ് അയാൾക്ക് ധ്യാനകേന്ദ്രത്തിൽ വരാൻ പറ്റിയത്. യോഹന്നാൻ 6:65 ഇതെല്ലാം ഇണവചനങ്ങളാണ്. യോഹന്നാൻ 6:37, യോഹന്നാൻ 6:44, യോഹന്നാൻ 6:45. അടുത്തത് യോഹന്നാൻ 6:65, പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. രക്ഷയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരും പിതാവായ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു പ്രേരക വരപ്രസാദത്തോട് യെസ് പറഞ്ഞവരാണ്. നമ്മുടെ എല്ലാവരുടെയും മാനസാന്തരവും വിശുദ്ധ ജീവിതവും അതുപോലെ ദൈവൈക്യ ജീവിതത്തിനെല്ലാം അടിസ്ഥാന കാരണം ഈ പരിശുദ്ധാത്മാവിലുള്ള സഹകരണമാണ്. അപ്പോൾ ഈ അധ്യാപകൻ അത് കഴിഞ്ഞിട്ട് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാനിനി യേശുവിലെ ഉള്ള വിശ്വാസത്തിലേക്ക് വന്നു, പക്ഷേ എനിക്കൊരു പ്രശ്നം കിടപ്പുണ്ട്. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഓരോ വചനവും വരുമ്പോഴും എതിർ ചിന്തകൾ എൻ്റെ മനസ്സിൽ വരും. ഞാൻ ഏതെങ്കിലും ഒരു വചനം വായിക്കുമ്പോൾ അതിലൊരു ശാസ്ത്രീയ വശം ഞാൻ അപഗ്രഥിക്കും. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പറഞ്ഞു, ബുദ്ധി കൊണ്ട് ശാസ്ത്രീയമായിട്ട് വചനത്തെ അപഗ്രഥിക്കുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ വചനത്തിൽ പരിശുദ്ധ ജീവനുണ്ട്, ശക്തിയുണ്ട്, അതിൽ സന്ദേശമുണ്ട്, പ്രകാശമുണ്ട്. അപ്പം ഈ വചനം വായിക്കുന്നതിന് മുൻപ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ആകർഷിച്ച് യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചിരിക്കുന്ന ആൾ ഈ വചനഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ വചനഗ്രന്ഥത്തിലൂടെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞാൻ ഒരു ആംഗ്യത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഞാനിപ്പോൾ സഹോദരനോട് സാറിനോട് സംസാരിക്കാൻ പോവുക. ഞാനിങ്ങനെ സംസാരിക്കാൻ പോകുക എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്ന് ഞാൻ എൻ്റെ കരങ്ങൾ തുറന്ന് കിട്ടിയ സ്ഥലത്ത് ഞാനിങ്ങനെ കുറച്ചേരം ഇങ്ങനെ വെച്ചു. ഈശോയെ, ഈ വചനഭാഗത്തിലൂടെ ഈ സാറിനോട് എന്നോട് അങ്ങ് സംസാരിക്കണമേ എന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് ടെന്നീസ് എൽബോ രോഗമുണ്ടെന്ന് ചോദിച്ചു. പെട്ടെന്ന് സാർ എൻ്റെ നോക്കിയിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഈശോ പറയുന്നു സാറിന് ടെന്നീസ് എൽബോ ഉണ്ട്. പുള്ളി പറഞ്ഞു, എനിക്ക് ചോക്ക് കൊണ്ട് എഴുതാൻ പോലും പറ്റുന്നില്ല, അല്ലെങ്കിൽ ബോർഡിൽ എനിക്ക് എഴുതാൻ പറ്റില്ല, എനിക്ക് ടെന്നീസ് എൽബോ ഉണ്ട്. ഞാൻ പറഞ്ഞു, അത് ഈശോ എടുത്ത് മാറ്റുന്നുണ്ട്. ഈ വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാനൊരു 2-3 വചനങ്ങൾ സാറിന് കുറിച്ച് കൊടുത്തു. അത് എഴുതി കൊടുത്തു. ഞാൻ വചനത്തിൽ കൊട്ടേഷൻ മാത്രം അത് പൂർണ്ണമായിട്ട് എഴുതി കൊടുത്തു. അതേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാറ് പോയി കഴിഞ്ഞ് വൈകുന്നേരം വന്ന് എന്നോട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഒട്ടും ടെന്നീസ് എൽബോ ഇല്ലെന്ന് പറഞ്ഞു. അതായത്
വചനത്തിന് ജീവനുണ്ട്, ശക്തിയുണ്ട്, സന്ദേശമുണ്ട്, പ്രകാശമുണ്ടല്ലോ. അദ്ദേഹത്തിന് സന്ദേശവും കിട്ടി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എപ്പോഴാണെങ്കിലും ഞാൻ ബൈബിൾ എടുത്താൽ ഇപ്പോൾ വചനഗ്രന്ഥം എടുക്കുന്നതിന് മുമ്പ് കുറേ നേരം പ്രാർത്ഥിക്കും, പരിശുദ്ധമ്മയോട് സംസാരിക്കണമേ. അത് കഴിഞ്ഞ് വചനം എടുത്ത് വായിക്കുമ്പോൾ ആ വചനത്തിലുള്ള ജീവൻ എന്നിൽ വരണമേ എന്ന് പറഞ്ഞ് അതിൻ്റെ മേൽ കൈകൾ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ നായ്ക്കുമ്പറച്ചിനെ എപ്പോഴും ചെയ്യുന്നതാണ്. ആ വചനഭാഗത്ത് കൈവച്ചിട്ട് സ്തുതിക്കും. അപ്പോൾ അതിനുള്ള ജീവന് ശക്തി തമ്മിലേക്ക് വരും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സാർ, അദ്ദേഹത്തിന് അനുവാദമില്ലാത്ത പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം യൂത്തിന് കാറ്റഗിസം എടുക്കുന്ന ആളാണ്. മാത്രമല്ല ഈ സാറ് വചനം പ്രയർ ഗ്രൂപ്പിൽ വചനം പങ്കുവയ്ക്കുക പോലും ചെയ്യും. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആകർഷണത്താൽ യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരും നിരന്തരമായ ഈ ഒരു ആകർഷണത്തിൽ വളരണം. നിരന്തരമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്ക് വശംവദരാകണം. പരിശുദ്ധാത്മാവിനെ കേട്ടുകൊണ്ട് നിരന്തരം വളർച്ചയിലേക്ക് വരണം ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് വചനത്തിലൂടെ നമ്മെ സമീപിക്കുന്ന ദൈവത്തെ നമുക്ക് സ്വീകരിക്കാം. കർത്താവെ, അങ്ങയുടെ പിതാവിൻ്റെ ആകർഷണത്താൽ അങ്ങയുടെ പക്കലേക്ക് വരുന്ന ഞങ്ങളെല്ലാം അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സൽപ്രേരണയ്ക്ക് കീഴ്വഴങ്ങി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.